ചൈനയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒരു കൂട്ടം രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭങ്ങളെയാണ് പൊതുവെ ചൈനീസ് വിപ്ലവം എന്ന് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും രണ്ട് വിപ്ലവങ്ങളാണ് ചൈനീസ് വിപ്ലവം എന്നതുകൊണ്ട് സാധാരണയായി അർത്ഥമാക്കുന്നത്. സിൻഹായ് വിപ്ലവം 1911. 1911-ൽ ക്വിങ് രാജവംശത്തെ അട്ടിമറിച്ച് ചൈനയെ ഒരു റിപ്പബ്ലിക്കാക്കി മാറ്റിയ വിപ്ലവമാണ് സിൻഹായ് വിപ്ലവം. സൺ യാത് സെൻ ആയിരുന്നു ഈ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ്. വിദേശ ആധിപത്യത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച മഞ്ചു രാജവംശത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് ഈ വിപ്ലവത്തിന് പ്രധാന കാരണം. 1912-ൽ റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം 1949. ഇത് ചൈനീസ് ആഭ്യന്തരയുദ്ധത്തിന്റെ അവസാന ഘട്ടത്തെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തെയും സൂചിപ്പിക്കുന്നു. 1927 മുതൽ 1949 വരെ നീണ്ടുനിന്ന ഈ യുദ്ധം നാഷണലിസ്റ്റ് ഗവൺമെന്റും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലായിരുന്നു. മാവോ സേതൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1949 ഒക്ടോബർ 1-ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചതോടെയാണ് ഈ വിപ്ലവം വിജയകരമായത്. ചൈനീസ് വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ: വിദേശ ഇടപെടലുകൾ, ബ്രിട്ടീഷുകാരുമായുള്ള കറുപ്പ് യുദ്ധങ്ങളും മറ്റ് പാശ്ചാത്യ ശക്തികളുടെ വ്യാപാര ആധിപത്യവും ചൈനയുടെ സാമ്പത്തിക സ്ഥിതിയെയും ജനജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചു. മഞ്ചു രാജവംശത്തിന്റെ ദുർഭരണം. വിദേശ ശക്തികൾക്ക് വഴങ്ങിക്കൊടുക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളെ അവഗണിക്കുകയും ചെയ്ത മഞ്ചു രാജഭരണത്തിനെതിരെ വലിയ ജനരോഷമുണ്ടായിരുന്നു. സാമ്പത്തിക അസമത്വം. കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതവും രാജ്യത്തെ സമ്പത്തിന്റെ അസമമായ വിതരണവും വിപ്ലവത്തിന് വഴിയൊരുക്കി. ദേശീയതയുടെ ഉദയം. വിദേശ ആധിപത്യത്തിനെതിരെയും ദുർബലമായ ഭരണത്തിനെതിരെയും ചൈനീസ് ജനതയ്ക്കിടയിൽ ദേശീയബോധം വളർന്നു. ചൈനീസ് വിപ്ലവത്തിന്റെ ഫലങ്ങൾ. രാജവാഴ്ചയുടെ അന്ത്യം. ചൈനയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന രാജവാഴ്ച അവസാനിച്ചു. റിപ്പബ്ലിക് സ്ഥാപനം. 1912-ൽ റിപ്പബ്ലിക് ഓഫ് ചൈനയും പിന്നീട് 1949-ൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും സ്ഥാപിതമായി. കമ്മ്യൂണിസ്റ്റ് ഭരണം. മാവോ സേതൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ചൈനയെ മാറ്റി. സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഭൂപരിഷ്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വലിയ മുന്നേറ്റങ്ങൾ എന്നിവ വിപ്ലവാനന്തര ചൈനയിൽ നടപ്പാക്കി. ചൈനീസ് വിപ്ലവം ചൈനയുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ആധുനിക ചൈനയുടെ അടിത്തറ പാകുകയും ചെയ്തു.